നമ്മൾ ചെയ്യുന്നതിനേക്കാളും നന്നായി മറ്റൊരാൾ ഒരു കാര്യം ചെയ്ത് സ്കോർ ചെയ്യുന്നത് കാണുമ്പോൾ പലപ്പോഴും ചില ചൊറിച്ചിലുകൾ സാധാരണമാണ്. അത്തരത്തിലുള്ള ചില ചൊറിച്ചിലുകളാണ് സോഷ്യൽ മീഡിയയിലുടനീളം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷവും ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപും ഒക്കെ നമ്മൾ കണ്ടത്. ഇത് പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്ന ഒരു കാര്യമുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സൈബർ പോരാളികൾ, CPM-ൻ്റെ സൈബർ പോരാളികൾ 4 പാടും നിന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കരഞ്ഞ് വിളിക്കുകയാണ്. അവിടെ അങ്ങനെ സംഭവിച്ചു, അത് ഇങ്ങനെ സംഭവിച്ചു, കോർപ്പറേഷൻ എന്തു ചെയ്തു, കോർപ്പറേഷൻ എന്തു ചെയ്തു, മേയർ VV രാജേഷ് വലിയ വായിൽ പല കാര്യങ്ങളും പറഞ്ഞതാണല്ലോ, എന്ത് നേടി എന്നൊക്കെ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആറ്റുകാൽ പൊങ്കാല ചെളിക്കുണ്ടിൽ നടത്തി എന്ന് പറയുന്ന ചില ചിത്രങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കുറേ ടെക്സ്റ്റ് കണ്ടൻറ്റുകൾ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പറയൂ, ആറ്റുകാൽ പരിസരത്ത് ആ ചെളിക്കുണ്ട് എങ്ങനെ ഉണ്ടായി? അതിന് ഉത്തരവാദി ആരാണ്? ഇന്ന് ഭരിക്കുന്ന കോർപ്പറേഷൻ അല്ല, അത് ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ കെടുകാര്യസ്ഥത മാത്രമാണ് അതിന് പിന്നിൽ. ആറ്റുകാൽ അമ്പല പരിസരത്തുള്ള വയലിൽ നടത്തി വന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായിട്ടാണ് നടത്തിയത്. കൂടാതെ ഈ പണി കംപ്ലീറ്റ് ചെയ്യാതെ വഴിയിൽ കൊണ്ടിട്ടു, പൂർത്തിയാക്കിയിട്ടില്ല. മനഃപൂർവ്വം ട്രസ്റ്റ് കോർപ്പറേഷനെ പഴിചാരാൻ ചെയ്ത കൊലച്ചതി എന്നാണ് ട്രസ്റ്റിനെയും ട്രസ്റ്റിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയുകയും ഒക്കെ ചെയ്യുന്ന പൊതുസമൂഹം ഇപ്പോൾ വിലയിരുത്തുന്നത്. പൊങ്കാലയുടെ ഒരുക്കങ്ങൾ തുടങ്ങി മേയറും സംഘവും ആക്റ്റീവ് ആകാൻ തുടങ്ങിയപ്പോഴേ മുറുമുറുപ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞിട്ടും ആ മുറുമുറുപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കോർപ്പറേഷൻ നേടിയ നേട്ടത്തെ കരിവാരിത്തേക്കാൻ വെട്ടുകിളി കൂട്ടങ്ങളുടെ നിലവിളികൾ. പക്ഷേ ഇത്തവണ ജനം തിരിച്ചറിയുന്നുണ്ട് ഈ നിലവിളിയുടെ പിന്നിലുള്ള അസഹ്യത. ചെളി നിറഞ്ഞ സ്ഥലങ്ങളുടെ ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കുന്നു. അതുപോലെ പലരെയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു പൊങ്കാല ഇടാൻ, ഇത്രയും കഷ്ടപ്പെട്ട ഒരു സമയം ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല എന്നൊക്കെ നിലവിളിക്കുമ്പോൾ അതൊരു ഫേക്ക് പ്രചരണമാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പുറത്ത് പൊങ്കാലയ്ക്ക് ലഭിച്ച വിജയം മാത്രം നോക്കിയാൽ മതി. ആറ്റുകാൽ ഭരണസമിതി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത് CPM അനുഭാവികൾ തന്നെയാണ് അത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഭരണസമിതിയുടെ പിന്തുണയും ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിന് അവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പൊങ്കാലയും തുടർന്ന് തിരഞ്ഞെടുപ്പ് വന്നതുമൊക്കെ കമ്മിക്കൂട്ടങ്ങൾക്ക് തിരിച്ചടിയാണ്. പൊങ്കാല മാത്രമല്ല, പറഞ്ഞ വാക്കുകൾ BJP പാലിക്കുന്നതിന്റെ നീരസവും കമ്മികൾക്കുണ്ട് എന്ന് വെച്ചോളൂ. പൊങ്കാല നടന്നിട്ടുണ്ട് ഇതിനു മുൻപും, ഇല്ല എന്നല്ല. പക്ഷെ അത് കഴിഞ്ഞാൽ തുടരെ അഴിമതി കഥകളും പുറത്ത് ഇറക്കിയിട്ടുണ്ട്. പൊങ്കാല കുറ്റമറ്റതാക്കി നടത്തി BJP കയ്യടി നേടിയത് കാണുമ്പോൾ പിന്നെ അടങ്ങിയിരിക്കാനാകില്ലല്ലോ. മുറുമുറുത്തേ പറ്റൂ. മുറുമുറുക്കട്ടെ, ഇനിയും മുറുമുറുക്കട്ടെ. ഇനി ഇതിലും വലുത് വരാനുണ്ട്. അത് വരുമ്പോഴെങ്കിലും ഈ മുറുമുറുക്കൽ നിർത്തിയല്ലേ പറ്റൂ. ചെളിവെള്ളത്തിലിരുന്ന് പൊങ്കാല എന്ന ചിത്രങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥയെക്കുറിച്ച് പരിശോധിക്കാൻ പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആറ്റുകാൽ ട്രസ്റ്റിന് തന്നെയാണ്. ട്രസ്റ്റിൽ മുഴുവൻ CPM അംഗങ്ങളാണ് ഉള്ളത്. പാടത്ത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ശരിയല്ല. അതുപോലെ തന്നെ അത് പൂർത്തിയാക്കിയില്ല. പൊങ്കാല വരുന്നത് മുന്നിൽ കണ്ട് അവിടെ ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഒരു മഴ പെയ്തപ്പോൾ അവിടെ വെള്ളം കയറി. എന്നാൽ ഇതെല്ലാം ട്രസ്റ്റ് ചെയ്ത മണ്ടത്തരങ്ങളാണ്. ആ മണ്ടത്തരങ്ങളുടെ പേരിൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് നഗരസഭയാണ്. അതിന് ഉത്തരവാദികൾ നഗരസഭ അല്ല. തൃശ്ശൂർ പൂരം കലക്കിയതുപോലെ ആറ്റുകാൽ പൊങ്കാലയും കലക്കാം എന്നാണ് ഇവരൊക്കെ കരുതിയത്. അതിനായിട്ട് എന്തൊക്കെ ചെയ്തു? ഡോക്ടർമാരെ മാറ്റി നിർത്തി, ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് അവധിയെടുപ്പിക്കാൻ നോക്കി, കുടിവെള്ളം മുട്ടിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഓരോന്നായി അവർ അവരെ കൊണ്ടാവുന്ന പോലെയൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ കോർപ്പറേഷൻ ഭരിക്കുന്നവർ അവരായിരുന്നില്ല എന്നത് അവർക്ക് പിന്നിലുള്ളവരെ പോലെ എല്ലാവരും മറന്നുപോയി. അതുകൊണ്ട് തന്നെ പൊങ്കാല എന്നത്തെക്കാളും ഭംഗിയായി ഇക്കുറി നടന്നു. 200 ടാങ്കറുകളിലായി വെള്ളം എത്തിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരോഗ്യ പ്രവർത്തനത്തിന് സന്നദ്ധരായി നിരവധി സേവാഭാരതി പ്രവർത്തകരുണ്ടായിരുന്നു. 780ഓളം ശുചീകരണ തൊഴിലാളികളെ ദിവസവേതനത്തിനായി എടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മറു നടപടി കോർപ്പറേഷൻ കൃത്യമായ സമയത്ത് സ്വീകരിക്കുകയും ചെയ്തു. 5000 സേവാഭാരതിയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഈ സൈബർ ആക്രമണം കണ്ട് ചിരിക്കാതിരിക്കാൻ വയ്യ എന്നായിരിക്കുകയാണ്. എച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ ആയിരിക്കുകയാണ് ഓരോ സൈബർ പോസ്റ്റും. പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ആക്രമണം പൊങ്കാല കഴിഞ്ഞും നിന്നില്ല. അന്ന് രാത്രിയിൽ ശുചീകരണം കണ്ടപ്പോൾ അത് പ്രഹസനം എന്നായി സോഷ്യൽ മീഡിയ കുത്തിത്തിരിപ്പുകാർ. ഇതാണോ കൃത്രിമ മഴ എന്നാണ് ചോദിച്ചത്. വിദേശ രാജ്യത്തെ കൃത്രിമ മഴ കാണാൻ കൊതിച്ച് കാത്തിരുന്നു എന്നാണ് വെട്ടുകിളി കൂട്ടം അവകാശപ്പെട്ടത്. ശുചീകരണവും നഗരസഭ കേമമാക്കി. പിന്നെ ഒട്ടും സഹിക്കാൻ വയ്യെന്നായി. ഇതൊക്കെ നേരത്തെയും ഇവിടെ ഉണ്ടായിരുന്നു എന്നായി. പണ്ടുള്ളവർ പറയുന്ന ഒരു വാചകം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കഴുതക്കാമം കരഞ്ഞു തീർക്കുമെന്ന്. ഇത് അത്തരത്തിലുള്ള ഒരു കരച്ചിലായിപ്പോയി. കാരണം ഓരോന്നിലും BJPയുടെ കൃത്യമായ മുന്നൊരുക്കം പലരെയും ആശങ്കപ്പെടുത്തുകയാണ്. ഇനി ഇവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന ആശങ്കയും ഇവർക്കൊക്കെ ഉണ്ട്. എന്തായാലും ഗംഭീരമായി പൊങ്കാല നടത്തിയതുപോലെ
പോലെ തന്നെ ഇനി പലതും തങ്ങൾക്ക് ഗംഭീരമായി ചെയ്യാൻ കഴിയും എന്ന് തന്നെ ആ ഉറപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് BJP നൽകിയിരിക്കുന്നത്. അടുത്ത ഓരോ ദിവസവും അവരത് കാണിക്കുക തന്നെ ചെയ്യും, അവരത് തെളിയിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെട്ടുകിളിക്കൂട്ടം, സൈബർ ആക്രമണങ്ങൾ തുടർന്നുകൊള്ളട്ടെ. എന്തായാലും അതും ഒരു പ്രചോദനമാണ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ ചെയ്യാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ.